വെറുമൊരു വാടക വീടും അതിലൊരു അമ്മയും മകനും മാത്രമുള്ള നിസ്സാരമായ പശ്ചാത്തലം കൊണ്ട് ഭൂതകാലത്തിലൂടെ മലയാളികളെ പേടിപ്പിച്ച സംവിധായകനാണ് രാഹുൽ സദാശിവൻ. വീണ്ടും ഒരു കഥ പറയാൻ തിരഞ്ഞെടുത്തതാവട്ടെ അതിലേറെ വ്യത്യസ്തമായ ഒരിടം. കൂടെ മലയാളത്തിൻ്റെ മമ്മൂട്ടിയും. ഇന്ന് സംസാരിക്കാനുള്ളത് ഭ്രമയുഗത്തെക്കുറിച്ചാണ്. ആദ്യമേ പറയട്ടെ, ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ലെന്നൊന്നും പറയില്ല. ഇതെല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആവണം. കാരണം ഇതൊരു എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ മാത്രം കാണേണ്ട ഒന്ന്, ആ ശബ്ദവിന്യാസത്തിലും വലിയ സ്ക്രീനിലും മാത്രം അനുഭവിച്ചറിയേണ്ട ഒന്ന്. കണ്ടുമടുത്ത ഫ്രെയിമുകൾ നിങ്ങൾക്ക് മടുപ്പുളവാക്കുന്നുണ്ടോ? പറഞ്ഞു മടുത്ത കഥയോ പഴയതിനെ പിന്നെയും കുപ്പിയിലാക്കി തരുമ്പോഴും അനുകരണങ്ങളെയും മടുത്തു തുടങ്ങിയെങ്കിൽ ഭ്രമയുഗം നിങ്ങളെ ഞെട്ടിക്കും. ഇത് ഇതുവരെ കണ്ട കഥയോ മലയാളം കൈവച്ച മേഖലയോ അല്ല. അതിനുമപ്പുറം ഇത് മമ്മൂട്ടി എന്ന താരം ഇതുവരെ കെട്ടിയാടാത്ത ഒന്നുകൂടിയാണ്. കൊടും കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ അവൻ ആ പൊളിഞ്ഞു വീഴാറായ ആ മനയിലേക്ക് കയറുന്നു. അവിടെ അത്താഴമൊരുക്കി അവനെ സ്വീകരിക്കുന്ന മനയിലെ കാരണവർ. ഏറെ നാളുകൾക്ക് ശേഷം തൻ്റെ മനയിലേക്ക് ഒരു അതിഥി എത്തിയതിൻ്റെ സന്തോഷമായിരുന്നു ആ കാരണവർക്ക്. എന്നാൽ പിന്നീട് അങ്ങോട്ട് അവൻ അനുഭവിക്കേണ്ടി വരുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റാത്തതാണ്. അതെന്താണെന്നാണ് പിന്നീട് സിനിമ പറയുന്നത്. മറ്റൊരു മലയാള ചിത്രത്തിനോടും സാമ്യപ്പെടുത്താനാവാത്ത ഒന്നാണ് രാഹുൽ സദാശിവൻ എന്ന എഴുത്തുകാരനും സംവിധായകനും ചമച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഏതെങ്കിലും സിനിമയോട് സാമ്യം തോന്നണമെങ്കിൽ ഹിന്ദി ചിത്രം തമ്പാടുമായി തോന്നാം. കാരണം രണ്ടിൻ്റെയും കഥാതന്തുവും മേക്കിംഗ് സ്റ്റൈലും സമാനമാണ്. നാടോടി കഥകളുടെ സിനിമാറ്റിക് വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കേട്ട ഒരു കഥയെ മേക്കിംഗ് കൊണ്ട് ഞെട്ടിക്കുന്നിടത്താണ് രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ ശരിക്കും അമ്പരപ്പിക്കുന്നത്. അവിടെ അയാൾ സ്വീകരിച്ചിരിക്കുന്ന സിനിമാറ്റിക് ടൂളുകളാണ് ഒരു ഫിലിം മേക്കറിൻ്റെ കഴിവ് വ്യത്യസ്തമാക്കുന്നത്. അതിലാദ്യത്തേത് ശബ്ദത്തെ അയാൾ തൻ്റെ കഥ പറച്ചിലിൽ ഉൾച്ചേർത്തതാണ്. കാരണം ഈ സിനിമ ഒരു ഹൊറർ ജോണറാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ പേടിപ്പിക്കുന്നത് ശബ്ദം കൊണ്ടാണ്. സ്ഥിരം ഹൊറർ മൂവികളുടെ ശൈലിയിൽ പെട്ടെന്ന് സ്ക്രീനിൽ തെളിയുന്ന ഒന്ന് സൃഷ്ടിച്ചല്ല രാഹുൽ പേടിപ്പിക്കുന്നത്. പതുക്കെ മേലാസകലം അരിച്ചിറങ്ങുന്ന തരത്തിൽ പ്രേക്ഷകനെ ഭയം കൊണ്ട് മൂടുകയാണ് ചെയ്യുന്നത്. ആ ശബ്ദം കൊണ്ടാണ് അത് സാധ്യമാക്കുന്നത്. ഭ്രമയുഗത്തിൻ്റെ ആദ്യ പോസിറ്റീവ് അതിൻ്റെ ശബ്ദവിന്യാസമാണ്. അതുകൊണ്ടാണ് അത് തിയേറ്ററിൽ തന്നെ കാണണമെന്ന് പറയുന്നത്. രണ്ടാമത്തേത് രാഹുലിൻ്റെ തിരക്കഥയും ടി ഡി രാമകൃഷ്ണൻ എഴുതിയ സംഭാഷണവുമാണ്. 16-ാം നൂറ്റാണ്ടിലെ ഒരു കഥ എങ്ങനെയാണ് പറയുക, എങ്ങനെയാണ് എഴുതുക, എന്നാൽ അത് ഇങ്ങനെയാണെന്ന് പറയുകയാണ് രാഹുലും ടി ഡി. മലയാളം ഹൊറർ സിനിമകളുടെ പതിവ് രീതികളൊന്നുമല്ല ഭ്രമയുഗത്തിന്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാഴ്ചകൾ കാണികളുടെ മനസ്സിൽ ഭയത്തിൻ്റെ വിത്ത് പാകുന്നുണ്ട്. കഥ പറഞ്ഞ് കാണികളെ സമ്മർദ്ദത്തിലേക്ക് വലിച്ചിടുകയാണ്. ആദ്യ അരമണിക്കൂർ കൊണ്ട് തന്നെ കാണികളെ പിടിച്ച് സിനിമയ്ക്കുള്ളിലാക്കാൻ തിരക്കഥക്കാവുന്നുണ്ട്. കഥയ്ക്കുള്ളിലായ പ്രേക്ഷകർ ആ ഇരുട്ടിലും വെളിച്ചത്തിലും തോരാതെ പെയ്യുന്ന മഴയിലുമൊക്കെയായി സഞ്ചരിക്കുകയാണ്. ഈ കഥയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാതെ ചേരില്ല എന്ന് ഉറപ്പാണ്. കാരണം ഈ സിനിമ കളറിലായിരുന്നെങ്കിൽ ഇങ്ങനെ ആസ്വദിക്കാനാവുമായിരുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു. മമ്മൂട്ടി പറഞ്ഞതുപോലെ സിനിമയില്ലാത്ത കാലത്തെ സിനിമ പറയാൻ കളറില്ലാതെ ഇരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നല്ലത്. ഇനി ഏത് കഥാപാത്രമാണ് കെട്ടിയാടാനുള്ളത്? വെളുത്തിരിയിൽ വിസ്മയിപ്പിക്കാൻ ഇനി എന്താണ് ബാക്കിയുള്ളത്? ഇപ്രാവശ്യം പേടിപ്പിക്കാനാണ് അയാളുടെ വരവ്. കൊടുമൺ പൂറ്റിയായ മമ്മൂട്ടി. ഇനി എന്താണ് ആ താരശരീരത്തിൽ നിന്നും പുറത്തു വരാനുള്ളത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ ഭ്രമയുഗം കാണിച്ചാൽ മാത്രം മതി. പറഞ്ഞാൽ സ്പോയിലർ ആവുന്നത് കൊണ്ട് കൂടുതലൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല. തൻ്റെ മനയിൽ അഭയം തേടി വന്നവനെ അയാൾ സൽക്കരിക്കുന്ന വിധം മാത്രം മതി. നോട്ടത്തിലും ചിരിയിലും ഇതുവരെ കാണാത്ത മമ്മൂട്ടിയെ ഭ്രമയുഗത്തിൽ കാണാനാവുന്നുണ്ട്. കൂടുതൽ പറയണ്ടല്ലോ, അയാളുടെ പേര് മമ്മൂട്ടി എന്നല്ലേ. രണ്ടാമത്തെ പേര് അർജുൻ അശോകൻ എന്നാണ്. അയാളുടെ കരിയറിൽ ഇത്രയും ഡെപ്തുള്ള, അഭിനയിച്ച് വലിപ്പിക്കാൻ ഇത്രയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ടാവില്ല. സിനിമയിലെ ഏറ്റവും മർമ്മപ്രധാനമായ കഥാപാത്രം ഭദ്രമായി തന്നെ ഏൽപ്പിച്ച രാഹുലിന് അത് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അർജുൻ അശോകൻ. പെർഫോമൻസിന് പ്രാധാന്യമുള്ള ചിത്രത്തിൽ ഒരിടത്തും അർജുൻ പ്രകടനത്തിൽ പിന്നോട്ട് പോകുന്നില്ല. ഭയം നിഴലിക്കുന്ന മുഖവുമായി തകർത്തു വാരുന്നുണ്ട് അയാൾ. കൂടെ സിദ്ധാർത്ഥ ഭരതനും. കയ്യിലെണ്ണാവുന്ന കഥാപാത്രങ്ങൾ, കുറഞ്ഞ ലൊക്കേഷൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കേട്ട ഒരു നാടോടി കഥ, ഫാൻറ്റസി, പീരിയഡ്, എന്നിട്ടും ഒരു സിനിമ ഔട്ട്സ്റ്റാൻഡിംഗ് തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്നുണ്ടെങ്കിൽ അത് കാലം ആവശ്യപ്പെടുന്ന മേക്കിംഗ് കൊണ്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും വ്യത്യസ്തമായ ഹൊറർ സിനിമകളുടെ കൂട്ടത്തിൽ ഭ്രമയുഗം തലയുയർത്തി നിൽക്കും. ക്യാമറമാൻ ഷഹനാദ് ജലാലിൻ്റെ അതിഗംഭീര ഫ്രെയിമുകൾ, ആ മന തന്നെയല്ലേ ഉള്ളൂ എന്ന് ഒരിടത്തും തോന്നാത്ത വിധത്തിലാണ് ഷഹനാദ് കഥയെ ക്യാമറക്കുള്ളിലാക്കിയിരിക്കുന്നത്. ഭയം അരിച്ചിറങ്ങാൻ പാകത്തിൽ സംഗീതമൊരുക്കിയ ക്രിസ്റ്റോ സേവിയറാണ് അടുത്തയാൾ. കഥയോട് 100% ആത്മാർത്ഥത പുലർത്തിയ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. മൂന്നാമത്തെയാൾ സംവിധായകൻ എഴുതി വെച്ചത് ഉണ്ടാക്കിയെടുത്ത കലാസംവിധായകൻ ജ്യോതി ശങ്കറാണ്. തകർന്ന മന, ചോർന്നൊലിക്കുന്ന അകത്തളം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത അടുക്കളയും അറകളും നന്നായി പണിയെടുത്തിട്ടുണ്ട് ജ്യോതി ശങ്കറും കൂട്ടാളികളും. പതുക്കെ പ്രേക്ഷകരിലേക്ക് കഥയും ഭയവും നൽകാനാണ് രാഹുൽ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് പിടിച്ചിരിക്കുന്നത്. എന്നാൽ ആ പതുക്കെ പോക്കിനൊപ്പം ഓടിയെത്താത്തവർക്ക് അല്ലെങ്കിൽ മുൻപിൽ പോയി സിനിമയെ കാത്തു നിൽക്കുന്നവർക്ക് ആദ്യ പകുതി ചിലപ്പോൾ മുഷിപ്പ് സമ്മാനിച്ചേക്കാം. പക്ഷേ രണ്ടാം പകുതിയിലും ക്ലൈമാക്സിലും സിനിമ സ്വീകരിക്കുന്ന സ്പീഡിൽ അവർ സിനിമയ്ക്കൊപ്പം ചേരുമെന്ന് ഉറപ്പാണ്. മലയാള സിനിമാ പ്രേക്ഷകരെ പേടിയാണ്. എന്താണ് അവർക്ക് ഇഷ്ടമാവുകയെന്ന് ഊഹിക്കാൻ പോലും ആവില്ല എന്നാണ് ഒരു പ്രൊഡ്യൂസർ പറഞ്ഞത്. പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് വാഗ്ദാനം ചെയ്യുന്ന ഒരു മലയാള സിനിമയ്ക്ക് അവർ കാത്തു നിൽക്കുന്നുണ്ട്. വ്യത്യസ്തത പതുക്കെ അംഗീകരിക്കുന്ന പ്രേക്ഷകരാണെന്നിരിക്കെ തന്നെ അവർ അതിന് ആഗ്രഹിക്കുന്നുമുണ്ട്. ആ സ്പേസ് കണ്ടെത്തിയെന്നതാണ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിൻ്റെയും രാഹുൽ സദാശിവൻ്റെയും വിജയം. മലയാളത്തിൽ ഇടക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നായി ഇപ്പോൾ ഭ്രമയുഗത്തെ വിളിക്കാമെങ്കിലും
വലിയ മാറ്റത്തിൻ്റെ ചെറുതല്ലാത്ത സൂചനയായി ഭ്രമയുഗത്തെ കാണാനാണ് എനിക്കിഷ്ടം. ഒരു കാര്യം കൂടി, അധികാരത്തിൻ്റെ ഗർവിൽ അന്യരുടെ സ്വാതന്ത്ര്യം പണയം വെച്ച് പകിട കളിച്ച് രസിക്കുന്ന പോറ്റിമാർ 5 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവുമുണ്ട്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. സിനിമ കണ്ടവർ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തും.